ഏതെങ്കിലും ഒരുത്തൻ കുപ്പി പൊട്ടിച്ച അപ്പൊ എഴുതി കാണിക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇതൊക്കെ വായിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഇതുവരെ നന്നായിട്ടുണ്ടോ? എന്റെ പൊന്നളിയാ, ഞാൻ ഒരിക്കലും നന്നാവാൻ ശ്രമിച്ച ആളാണ്. പിന്നെന്താ നന്നാവാഞ്ഞേ? എന്ത് പറയാൻ എന്റെ പാലു, ഇതൊക്കെ വായിച്ച് നന്നാവാൻ തീരുമാനിച്ച് ഉറങ്ങണതാ. ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് അപ്പൻ അവസാനമായിട്ട് ഒരു തുള്ളി കുടിക്കാൻ പറ്റാണ്ട എന്റെ അപ്പൻ ചത്ത. ആ ശാപം എന്നോട്ട് പോവാൻ ഡോക്ടറല്ല പ്രൊഫസർ. ഇയാളൊന്ന് പോയിടവേ. ഇതൊക്കെ ആലോചിക്കുമ്പോ സത്യമായിട്ട് സഹിക്കാൻ പറ്റുള്ള. എന്നിട്ട് പിന്നെ എന്ത് പറ്റി? അന്നൊരു 1-ാം തീയതി ഇറങ്ങും. ഒരു കുപ്പി ചാവാൻ വേണ്ടി സകലമാന ചാവന്മാരുടെ അടുത്ത് ഞാൻ തെണ്ടിയതാ. നിങ്ങൾക്കറിയോ, ഒരു പുന്നാര പോലും തന്നില്ല. എല്ലാത്തിനും കാരണം അന്നത്തെ നശിച്ച 1-ാം തീയതി. കലണ്ടറിന്ന് 1-ാം തീയതി തന്നെ മാറ്റിക്കളയണം. ഇവന്റെ പൊട്ടക്കഥ കേട്ട് നീ എന്തിനാടാ കരയണത്? എടാ ഇവന് ഭ്രാന്താടാ. ഞാൻ അതൊന്നും ഓർത്തല്ല കരയണേ. ഞാൻ 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 എന്റെ കല്യാണത്തിന് തലേന്ന് നാട് വിട്ടു പോകുന്നതാ. എന്തിന്? എന്തുപറ്റി? എനിക്ക് കല്യാണം ഇഷ്ടമല്ല. നിന്നോട് കല്യാണം കഴിക്കാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ വിഷമൊന്നും കഴിക്കാൻ പറഞ്ഞില്ലല്ലോ. അതായിരുന്നു ഞാൻ അന്നേ കഴിച്ചേനെ. പക്ഷെ കല്യാണം അതെനിക്ക് പറ്റില്ല. ആ എന്നാടാ, നിനക്ക് വേറെ ലൈൻ വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ എന്നാടാ അതിന്റെ കുഴപ്പം? അത് പിന്നെ ഏത് പിന്നെ? സാർ, എന്റെ പേര് മനുമൂഞ്ചി. വെരി ഗുഡ്, നൈസ് നൈം. പറയൂ മനുമൂഞ്ചി, എന്താണ് നിങ്ങളുടെ പ്രശ്നം? സാർ മനുമൂഞ്ചി അല്ല, മനുമോൻ ജി. ഓഹോ, സോറി 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 സോറി. പറയൂ, എന്താണ് പ്രശ്നം? സാറേ, ഈ വരുന്ന 5-ാം തീയതി എന്റെ കല്യാണമാണ്. വെരി ഗുഡ്, കാർഡ് തന്നേക്കൂ. സമയമുണ്ടെങ്കിൽ ഞാൻ എത്തിക്കോളാം. അതല്ല സാറേ, സാർ എന്നെ ഒന്ന് സഹായിക്കണം. മൂഞ്ചി, നോ 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 നോ, നോ ഗിഫ്റ്റ്, നോ മണി. അതല്ല സാറേ, എനിക്കൊരു പ്രശ്നമുണ്ട്. മടിക്കണ്ട, പറയൂ. സാറേ, ഡോക്ടർ, എനിക്ക് പെണ്ണിനെ പേടിയാ. അത് തനിക്ക് മാത്രമല്ല, ആണായി പിറന്ന ഒട്ടുമിക്ക പേർക്കും പേടിയാ. അതൊരു പ്രകൃതി നിയമമാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല ഡോക്ടറെ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഇയാളെ ഇഷ്ടം. അപ്പം ഈ പ്രണയം പറയുന്നവരോട് മാത്രമാണോ അതോ എല്ലാവരെയും പേടിയാണോ? അതായത് പ്രണയപരമായോ സെക്സ് പരമായോ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പ പേടിച്ചു പറിക്കും. ഒരു തരം ഞാൻ ചത്തു പോകുന്നുള്ള തോന്നല. ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് സാർ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനോ? അടുത്ത മാസം 5-ാം തീയതി എന്റെ കല്യാണം. പ്ലീസ് സാറിന്റെ കാല് ഞാൻ പിടിക്കാം. ഇത്രേ ഉള്ളോ? പേടിക്കണ്ട, ഇത് ഞാൻ ശരിയാക്കി തരാം. ഡോണ്ട് വറി മാൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം എന്റെ കല്യാണത്തിന് മുന്നേ ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? അങ്ങനെ പെട്ടെന്നൊന്നും ശരിയാക്കാൻ പറ്റില്ല. കുറച്ച് സമയം എടുക്കും. എത്ര സമയം? ചിലപ്പോ 2-3 ആഴ്ച, ചിലപ്പോ മാസങ്ങളാവും. എനിക്ക് മാറാൻ 10 വർഷമെടുത്തു. അത് ശരി, അപ്പൊ പപ്പായമാരായിരുന്നല്ലേ? എന്നുവെച്ചാ കാണാൻ നല്ല ചേലുണ്ടാവുന്നുള്ളൂ, ഒരു ഗുണുണ്ടാവൂല. അതൊക്കെ വിടി കേട്ടാ. ചേട്ടനൊരു വഴി പറ. ചേട്ടനോ? പിന്നല്ലാണ്ട് വഴിയൊക്കെ സിമ്പിളാ. ഈ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത കുട്ടികള് ഈസ വാസ വേറെ എന്നൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും ആദ്യം ഒന്ന് പേടിക്കും. പക്ഷെ ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് അടുത്തറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ അവരുടെ മുമ്പില് ഒന്നുമല്ല. ഇംഗ്ലീഷ് പഠിച്ചതിന്റെ പ്രശ്നമൊക്കെ തീരൂലേ? ശിവണ്ണ എത്ര പെട്ടെന്ന് ഇംഗ്ലീഷ് ടീച്ചർ അറിയണം. എടാ വവ്വാലിനുണ്ടായവനെ, ഇംഗ്ലീഷ് അല്ല അറബി പഠിച്ചാൽ പോലും ഇവന്റെ പ്രശ്നം മാറിയല്ല. പിന്നെ അതായത് ഒരു ലോറി ഓടി വരുന്നു. ഈ ഡ്രൈവിംഗ് അറിയാൻ പാടാത്ത ഒരാൾക്ക് ഈ ഡ്രൈവർ എങ്ങനെ ഈ ലോറി ഓടിച്ചോണ്ട് വരുന്ന ഒരു ആകാംക്ഷ വരും. ഈ ലോറിയെ കാണുമ്പോ ഒരു ഭയവും വരും. എന്തുകൊണ്ടാ? അത് ലോറി ഓടിക്കാൻ അറിയാഞ്ഞിട്ട്. ലോറി ഡ്രൈവർക്ക് ഇതൊരു വളയം മാത്രമാണ്. ആ ലോറി പോലെയാണ് ഇവൻ ഡ്രൈവിംഗ് അറിയാൻ പാടാത്ത ഒരു കാഴ്ചക്കാരനും. അപ്പൊ ഡ്രൈവിംഗ് പഠിപ്പിച്ച പോരെ? എന്റെ വെച്ചിട്ട് ആശ്രമത്തിനോട് നല്ല ഡ്രൈവിംഗ് സ്കൂളിൽ റേറ്റ് കുറച്ച് ഞാൻ പഠിപ്പിച്ചുതരാം. ആ ലൈസൻസ് അല്ല, ഈ ലൈസൻസ്. പിന്നെ ആ ലോറി ഓടിച്ച ഡ്രൈവറെ എങ്ങനെ ലോറിയെ തിരിച്ചറിഞ്ഞോ അതുപോലെ പെണ്ണിനെ ഇവൻ തിരിച്ചറിയണം. എന്റെ പൊന്ന് സ്വാമി, കിടിലം. ഓ, അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഒരു പിതൃപുണ്യം. അതെ, ഇതൊന്നും ശരിയാവൂല. ഏത്? ഞാൻ നല്ല അന്തസ്സുള്ള ഫാമിലി പറഞ്ഞവനാ. അത് മാത്രമല്ല, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛനമ്മേനെ കൊന്നോളയും. എടാ കൊച്ചേ, ഇത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്.
ഇത് പരിഹരിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ താരും. നീ പേടിക്കണ്ടടാ, ഇതിനുള്ള സെറ്റപ്പ് എല്ലാം ഞങ്ങൾ ചെയ്തു തരും. നീ കാശ് മാത്രം മുടക്കിയാൽ മതി. ചിന്തിക്കുന്ന ഓരോ നിമിഷവും നിനക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. എന്റെ പേര് കോമളൻ. സ്നേഹമുള്ളവരെന്നെ കോമള മാമ എന്ന് വിളിക്കും. അസ്വസ്ഥമായ മനസ്സുകളുടെ ആശ്രയമാണ് ഞാൻ. ഇവിടെ ആർക്കാണ് അസ്വസ്ഥത? പറയൂ. ശിവണ്ണ എന്റെ സുസ് എന്ന് പറയണ പ്ലീസ്. എന്താ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല, ഒരു കൊതുകിന്റെ കൃമിയെ കുറിച്ച് പറഞ്ഞു. ആ കൃമികടി ഞാൻ മാറ്റിത്തരാം. നിങ്ങൾ ആരാന്ന് പറഞ്ഞാ മതി. ആരാ ആ കൃമി? ഇത് തന്നെ ഇയാളാ? ഇതല്ല, ഈ പച്ചപ്പറ്റിനിട്ട കൃമി. ഓ, ഈ പച്ചക്കൃമി. കുഴപ്പമില്ല, വഴിയുണ്ടാക്കാം. അതിനല്ലേ ഞാനുള്ളത്. കൃമിക്ക് കടിയുണ്ടാക്കാൻ പറ്റിയ മരുന്ന് ഈ ബാഗിന്റെ അകത്തുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്നേ. ആ ദേ, ഏതാന്ന് വെച്ചാ നിങ്ങൾ സെലക്ട് ചെയ്തു. നോക്ക്, റാണിയുണ്ട്, പത്മിനിയുണ്ട്, കത്രീനയുണ്ട്, കരീനയുണ്ട്, പിന്നെ വത്സമ്മയും. നിങ്ങൾ വലിയൊരു സംഭവം ഉണ്ടോ? ആ, സത്യത്തിൽ നിങ്ങൾക്കൊക്കെയാണ് പത്മശ്രീ തരണ്ടേ. നിങ്ങളെ ഞാൻ മാമാന്ന് വിളിക്കുള്ളൂ. മാമ. നോക്ക്, ആ കൊച്ചെങ്ങനെയുണ്ടോ നോക്കിയേ. അത് ചേട്ടാ, ഓ, ആരായാലും കുഴപ്പമില്ല. ആ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ. എന്താ അത്? അത് പിന്നെ ഇവിടെയുള്ള സാധനമൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് സിന്ധുവാണ് ബെസ്റ്റ്. ബോംബെക്കാരിയാ. ഇപ്പൊ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. പേടിക്കണ്ടെന്നേ, മലയാളിയാ. അതാവുമ്പോ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാമല്ലോ. പിന്നെ ഒരു പ്രശ്നമുള്ളത്, എന്താ അത്? നല്ല കാശാ. അതൊന്നും കുഴപ്പമില്ല. അതൊന്നും ഒരു പ്രശ്നമില്ല. എങ്കിൽ കുഴപ്പമില്ല. ഞാനൊരു നമ്പർ തരാം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കേ. വിളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാ മതി. ആ. അപ്പൊ അവിടുന്ന് ഒരു ചിരി വരും. ഇറങ്ങിയുന്നുണ്ട്. ഹലോ ഹലോ ചേച്ചി, എന്റെ പേര് ബാലു എന്നാണേ. ഞാൻ മറ്റേ കോമളൻ ചേട്ടൻ പറഞ്ഞിട്ട് വിളിക്കുക. സിന്ധു ചേച്ചി അല്ലേ? ആ, മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ എത്ര പേരുണ്ട്? അയ്യോ ചേച്ചി, ഞാൻ എന്റെ വീട്ടിലെ അമ്മയ്ക്ക് ഒറ്റ മോനാ. ഓ, അതല്ല. പിന്നെ നിങ്ങൾ അവിടെ എത്ര പേരുണ്ടെന്നാ ചോദിച്ചേ. അത് നല്ല കാര്യം. ചോദിച്ചല്ലേ നമ്മൾ എത്ര പേരുണ്ടെന്ന്? നമ്മള് 4 പേരുണ്ടെന്ന്. ആര്? ഞാൻ, അണ്ണൻ, മനു, ബാലു. ഞാനൊന്ന് പാകിസ്ഥാൻകാരനോ? 5 പേരുണ്ടെന്ന് പറ. നീ പോയി ഫയർ വായിക്കാം. 5 പേർന്ന് വേണ്ട, ചുമ്മാ പ്രശ്നമാവും. അവള് പേടിച്ചിട്ട് വരില്ല. ഇവിടെ 2 പേരുടെ കേസ് പറയും. എന്റെ പൈസ ഞാൻ കൊടുക്കാം. അതെ, ഒരാളൊന്ന് പറഞ്ഞാൽ മതി. ഇവൻ മാത്രം. അത് മതി. ഒരാൾ, ഇവൻ മാത്രം വിളിക്കും. എടാ മനു, നിനക്കൊരു അന്തിക്കൂട്ടിനെങ്കിലും. ആ, എന്താ കട്ടായത്? അത് ചേച്ചി, ഇവിടെ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതാ കട്ടായി പോയത്. ശരി ശരി. ആ. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ ചേച്ചി, പേടിക്കണ്ട, ഒറ്റ ഒരാളേ ഉള്ളൂ. ഏക്ക് മിനിറ്റേ, ഇപ്പൊ ജാത്താകും. അവിടെ ഇരി. ഹലോ ഹലോ, ഞങ്ങളവിടെ വിളിച്ചു കേട്ടോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നാളെ ചെന്ന് അവളെ ഒന്ന് കാണ്. ആ ശരി കേട്ടോ. എല്ലാം ഭംഗിയായിട്ട് നടക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പോരെ? ആ ശരി ഏട്ടാ. പിന്നെ ദൈവത്തിന് അതല്ലേ പണി. ആ, ഈ ചേച്ചിയെ കിട്ടുവാ? നിന്റെ അമ്മയുടെ നായരെ കിട്ടും. മലയാളിയാണ് ചേട്ടാ. അല്ല, ബംഗാളി കീറുന്നുണ്ടല്ലോ. ജീവിപ്പിക്കാൻ സമ്മതിക്കല്ലേ ബംഗാളികള്. എവിടെ ചെന്നാലും ഇവന്മാരാണല്ലോ. ചായ വേണം. ഒരെണ്ണം വിത്തോട്ടെന്ന് പറഞ്ഞേക്കാം. അത് എനിക്കിട്ടാ. സമയം 10 മണി കഴിഞ്ഞു. അവൾ ഇവിടെ തന്നെയാണോ വരാന്ന് പറഞ്ഞത്? ആ, അയ്യേ, ഈ വിത്തോട്ടെന്ന് പറഞ്ഞിട്ട് ഒരു തരി മതിലില്ല. ഇവിടൊക്കെ മധുരമില്ലാത്തതിനാണ് വിത്തോട്ടെന്ന് പറയുന്നത്. അയ്യോ, അതെനിക്കറിയില്ല കേട്ടോ. മറ്റേ കൂറ സാധനം. ഇന്ന് വേറെ ആരുടെ കൂടെയാണല്ലോ. ഇവനൊക്കെ പോയി ചത്തുടാ. ഏത് മരപ്പെട്ടിയാണ് അവളെ കെട്ടാൻ പോണത്? അവന്റെ ഒരു വിധി. എന്തിനാ വെറുതെ ആ കുട്ടിയെ പറ്റി അപവാദമൊക്കെ പറഞ്ഞുണ്ടാക്കണേ? ഒന്നും അല്ലെങ്കിൽ എല്ലാവരും സ്നേഹിക്കാനുള്ള ഒരു മനസ്സാ കുട്ടിക്ക് ദൈവം കൊടുത്തില്ലേ? അതൊക്കെ ഒരു ഭാഗ്യളയാ. എനിക്ക് കിട്ടിയോട് ഞാൻ പൊളിച്ചാന്. ദേളിയാ, ഇതവളല്ലേ? നോക്കിയേ, ശിവണ. ഭഗവാനെ, ഇവളെന്താണ് ഇവിടെ? മറ്റവളുടെ കൂടെ എങ്ങനെ നമ്മളെ കണ്ടാണ്ടല്ലോ. എന്നെ കണ്ടാ തോന്നുന്നു. പട്ടാ പകല് പോലും നിന്റെ ഒരു മനുഷ്യൻ മനസ്സിലാവില്ല. പിന്നെ നീ എന്തിനാ പതുങ്ങുന്നത്? മലയാളത്തിൽ പറ. നോക്കിയ പോയില്ലേ? ഹലോ അല്ല, നിങ്ങൾ ആരും ഇപ്പൊ ക്ഷേത്രത്തിൽ കാണാറില്ല? അത് ഇവന്റെ അമ്മൂമ്മ മരിച്ചിട്ട് പെല വന്നായിരുന്നേ, അതാ. ഓ, പെലെന്ന് വന്നേ. ആ പെല അല്ല, ഈ പെല. പെല വന്നിട്ട് ഒരു വാക്കിനോട് പറഞ്ഞില്ലടാ. എന്റെ ടീമിലാണ് അർജന്റീന. പറയാറുന്നില്ലടാ. ലോക തോൽവി. അല്ല, എന്താ ഇവിടെ? ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ വന്നാ. ഗേൾഫ്രണ്ട് ആണോ? അയ്യോ, പയ്യനാണത്. എനിവേസ്, ഇത്രയും കാലം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. അതെ, ഞാൻ ഷിബു,
പ്രശസ്ത വീഡിയോഗ്രാഫറാണ്. ആഹാ. ഇപ്പൊ അടുത്ത് തന്നെ ഒരു സിനിമയൊക്കെ ചെയ്യാൻ പോകുന്നു. ഞാൻ അതല്ല, ഇതെന്റെ അസിസ്റ്റന്റ് ലൈറ്റ് ബോയ് ആണ്, പേര് ബാലു. പിന്നെ ഇതെന്റെ ഏറ്റവും അവസാനത്തെ ലൈറ്റ് ബോയ് ആണ്. വെറും ലൈറ്റ് ബോയ് അല്ല, പിന്നെ പ്രശസ്തനായ ലൈറ്റ് ബോയ്. ഓക്കെ. കാരണം ഇല്ലാത്തപ്പോ വീഡിയോ ഒക്കെ ഞാനും ചെയ്യാറുണ്ട്. ഞാനില്ലാണ്ട് പിന്നെ ഇവൻ വർക്കിന് പോവാറില്ലല്ലോ അല്ലേ? അതെ. ഓ അതാണ്. പിന്നെ ഇവൻ ഞാൻ പറഞ്ഞു, മൈ നെയിം ഈസ് ബിജു ലൂക്കോസ്. ഓക്കെ. ഞാനൊരു പാവം അച്ചായനാണ്. പക്ഷെ എല്ലാവരും കേട്ടിട്ടില്ല കേട്ടോ, അങ്ങനത്തെ ഒരു അച്ചായനാണ്. ഞാനൊരു ലോഡ്ജൊക്കെ നടത്തുന്നു. അതിനകത്ത് ഇവരൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. വാടക ഒന്നും കറക്റ്റായിട്ട് തരാറില്ല. ഞാനതൊന്നും ചോദിക്കാറില്ല. പൂർ ബോയ്സ് ആയതുകൊണ്ട് ഞാനത് ചോദിക്കാറില്ല, അവരൊക്കെ തരാറുമില്ല. ബൈ ദ ബൈ, കുട്ടിയുടെ പേര് പറഞ്ഞില്ല കേട്ടോ. ഐ ആം സിന്ധു. സിന്ധു. എടി, എനിക്ക് എന്തെങ്കിലും തന്നിട്ട് പോടി. വണ്ടി കൂലിക്ക് എങ്ങനെ തന്നിട്ട് പോടി. ദേ, കാര്യം കഴിഞ്ഞിട്ട് കാശ് തിരിച്ചു വയ്ക്കുന്ന പരിപാടി എന്റെ അടുത്ത് നടക്കില്ല കേട്ടോ. എല്ലാം പിടിച്ച് വാങ്ങിച്ചിട്ട് എന്നാ പിടി. നീ ആണ്. ഇതാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളുള്ള ഏറ്റവും വലിയ മുറി. ഇത് കണ്ട, ഇതാണ് കുളിമുറിയും കക്കൂസും. ചൂടുവെള്ളം വേണോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുതരാം. മറ്റേ 2 കുള്ളന്മാരില്ലേ, അവരെ നമ്പർ ഇത് കേട്ടാ. പിന്നെ ഇതാ ആ ജനൽ തുറന്നിട്ടാ നല്ല കാറ്റ് കിട്ടും. അല്ല, ഞാൻ ബാക്കി പറഞ്ഞു കൊടുക്കട്ടെ. വരാടാ. അയാടാ, ഇതൊന്ന് ഹിന്ദി പറഞ്ഞു കൊടുത്തേ. അതൊക്കെ പറഞ്ഞോളൂ. നീ എന്തൊരു തള്ളണ. ഈ ചേട്ടൻ അവിടെ കിടന്ന് ഒച്ചപ്പാട്ടുണ്ടാക്കിയ അയാളുടെ പാട്ടിന് പോകും. അയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ അതിന്റെ നാണക്കേട്. അങ്ങനെയാണല്ലേ? പിന്നല്ലാണ്ട്. എന്നാ നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അത് പിന്നെ അയാളുമായിട്ട് ഒരു സെൽഫി നീ എടുത്തു തരണം. അത്രേ ഉള്ളൂ. അത് ഞാൻ റെഡിയാക്കി തരാം. ചേട്ടനിപ്പിച്ചല്ലേ? ശരിയാക്കി തരുമല്ലോ. ശരിയാക്കി തരാം. ഓ, രാമ 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 രാമ. നിനക്ക് നാണമില്ല? നീ ഒരു ചെറുപ്പക്കാരനല്ലേ? നീ ഇതുവരെ റെഡിയായില്ലേ? നിങ്ങളിവിടെ ഉണ്ടായിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങള് വിളിച്ചാന്നേ, അവന് പേടിയായിരുന്നു. പേടിയാണ്. ഞാൻ കൂടെ പോകട്ടോ. ഞാൻ കട്ടിലവിടെ എവിടെയെങ്കിലും ചുരുളോളാം. അത്രയ്ക്ക് ത്യാഗം നീ ചെയ്യണ്ട. നീ വേറെ റെഡിയാക്കി. എഴുന്നേക്ക്. എടാ, റെഡി ആവാൻ ഒന്ന് വേഗം റെഡി ആയിക്കണം. ആദ്യത്തെ പേടിയുള്ളടാ, പിന്നെ അങ്ങ് മാറിക്കോളുമല്ലോ. ചേച്ചി കീറിപ്പണം. ചേച്ചി അറിവില്ല പൈതലാണ്, സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്തോണം. ഓൾ ദ ബെസ്റ്റ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് കൂട്ടി കൊടുക്കണത്. വെറുതെ അല്ലല്ലോ, അവനെ നല്ല ഊറ്റിട്ടല്ലേ. ഞാനിപ്പോ അതെല്ലാം ആലോചിക്കണേ. അവിടെ ഇപ്പൊ എന്തായിരിക്കും നടക്കണേ? ശിവണ്ണ, എനിക്കൊരു സമാധാനമില്ല. ഞാനൊന്ന് പോയി നോക്കിയാലോ? വേണ്ട വേണ്ട വേണ്ട, തെറ്റ വേണ്ട. ആരാ? ഞാനാ. ചേട്ടനാ? എന്നാട്ടാ? പുള്ളി എവിടെ? സിദ്ധു, എന്താ കാര്യം? പുള്ളി ഫ്രീ ആയോ? എന്താ കാര്യം? ഒരു സെൽഫി എടുക്കാൻ വേണ്ടി. പുള്ളി ബിസിയാ.
ബിസിയാ. അതെന്തോറ്റി? പുള്ളി പത്മാസനത്തിലാ. അതെവിടെയാണ്? ചേട്ടാ ഈ മറ്റേ ആസനം ഇല്ലേ, മറ്റേ പത്മാസനം. ആ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഒന്ന് പറഞ്ഞേക്കണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. പിന്നെ സാധനം തീരുമ്പോ പറയണം. വർഗീസ് എണ്ണെല്ലാം ഉണ്ട്. സെൽഫി ഡേയ്സ് ഞാൻ വേണമെങ്കിൽ പറയട്ടോ. പോയിട്ട് വരട്ടെ. മര്യാദ അടിക്കണം. അപ്പൊ ഇതാണല്ലേ തന്റെ പ്രശ്നം. സാരമില്ല, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഈ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഓരോ സാഹചര്യങ്ങൾ അവർ ചെയ്താക്കണേ. എന്താടാ ഊളെ ചേട്ടാ? എന്നാട്ടാ സെൽഫി എടുക്കണ കാര്യം? ഒരുത്തനവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുക. അതാരി? ആ മനു. അതാണല്ലേ അവനിവിടെ കാണാത്തത്. അതെ, പിന്നെ സിദ്ധുവിന്റെ കൂടെയുള്ള ആ സെൽഫിയുടെ കാര്യം. എന്റെ പൊന്നടാ, അത് സിദ്ധു ഒന്നുമല്ല, സിന്ധു. അതൊരു ഭൂലോകം. നിന്നെ കാണിച്ചു കണ്ടോണ്ടിരിക്കുന്നത് മൂടും പോയി. അടിപൊളി. നല്ല മൂഡിൽ വന്നായിരുന്നു. അന്നേരം അവന്റെ അമ്മയുടെ സിദ്ധു ഒന്നല്ല. ഞാനിന്ന് മുള്ളിയിട്ട് വരാട്ടാ കേട്ടാ. അപ്പോ ഇതൊന്നൊരു തെറ്റല്ലേ? ഇത് തെറ്റാണോ ശരിയാണോ എന്ന് അവലോകനം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ മനുവിന്റെ ഈ പ്രശ്നം അത് ഇത്തിരി കുഴപ്പം ആണോ? ആ വിഷമിക്കണ്ട, ഇതൊക്കെ മാറ്റിയിട്ട് ഈ സിന്ധു ഇവിടുന്ന് പോകും. ആഹാ, പേടിക്കല്ലേടോ. താൻ കണ്ണടച്ചിരുന്നാ മതി. കണ്ണടക്കടോ. നീയായിരുന്നോ? പേടിച്ചും പോയി. എന്തേ? അല്ല, കുടിക്കാൻ വല്ലതും വേണം മോനെ? വേണ്ട. ഗ്ലൂക്കോസ് പിടിച്ചു. വേണ്ട. നീ എവിടെ പോടാ? മുള്ളാൻ പോയതാ മുള്ളാൻ. ഇതുവരെ കഴിഞ്ഞില്ല ഈ ഒരക്കല്. ഇപ്പൊ എവിടെ പോണ്? മുള്ളിട്ട് വരാം. ഒന്നുകൂടി മുള്ളിട്ട് വരാടാ. മുള്ളാൻ തന്നെ പോണേ. എന്താ അടിമേ? ഇതുവരെ ഒന്നും തുടങ്ങിയില്ലേ? അതെന്റെ കാര്യല്ലേ? നീ ഇപ്പൊ വന്ന കാര്യം പറഞ്ഞേ. എടാ ഭയങ്കര കൊതുകില്ലടാ. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ കൊതുക് തീരാം. ഒരു പുല്ലും വേണ്ട, ഒന്ന് പോയി തരാൻ പറ്റുമോ നിനക്ക്? എന്റെ പൊന്നു. അതെ, ഇനി എങ്ങനെ വൈകി വന്നിട്ടല്ലോ ചവിട്ടിയാൻ നെഞ്ചും പൊളിക്കും കേട്ടോ. മനു. ആ, ഞാൻ തന്നെ. വലിയ ദേഷ്യക്കാരനാണല്ലേ. എന്താ അവിടെ ഇരിക്കുന്നത്? ഇവിടെ അടുത്ത് വന്നിരിക്കും. ഇതാണോ അടുത്ത്? സാരമില്ല, ഞാൻ അവിടെ വന്നിരിക്കട്ടെ. ഇതെന്ത് വിറയല? ഈ വിറയലൊക്കെ ഞാനിന്ന് മാറ്റും.